ശ്രീരാമ സീതാലക്ഷ്മണന്മാരുടെ വനവാസയാത്രയുടെ ആരംഭമാണ് ഇന്നത്തെ ഭാഗത്തിലുള്ളത്. കൈകേയി ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിക്കും ധരിക്കുവാനായി മറുപുരു നൽകുന്നു. സീതാദേവി മറുപുര ധരിക്കേണ്ട, സർവാഭരണ വിഭൂഷിതയായി രാമനെ അനുഗമിക്കുവാൻ വസിഷ്ഠമുനി അരുളുന്നു. യാത്ര പുറപ്പെടുന്ന രാമനെ പുരവാസികളും അനുഗമിക്കുന്നു. അന്നു രാത്രി തമസാ നദിയുടെ തീരത്ത് എല്ലാവരും നിദ്രയിലാണ്ട സമയത്ത് ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും സുമന്ത്രരുടെ തേരിൽ യാത്ര തുടരുന്നു. നിഷാദ രാജാവായ ഗുഹന്റെ ശൃംഗേവരം എന്ന സ്ഥലത്തെത്തുന്നു. അടുത്ത ദിവസം ഭരജ്വല മുനിയുടെ ആശ്രമത്തിൽ തങ്ങുന്നു. അതിനുശേഷം വാൽമീകി മഹർഷിയുടെ ആശ്രമമായ ചിത്രകൂടത്തിൽ എത്തിച്ചേരുന്നു. സീതയോട് കൂടി വസിക്കാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് മഹർഷിയോട് ചോദിക്കുന്ന ശ്രീരാമനോട് മഹർഷി പറയുന്നു, ഒന്നിനോടും വിവേചനമില്ലാത്ത, ദുഃഖങ്ങളെല്ലാം ഒരുപോലെ കാണുന്ന, എല്ലാം നിന്നിലർപ്പിച്ച് എല്ലാം മായ എന്ന് തിരിച്ചറിഞ്ഞ്, വിശപ്പും ദാഹവും ഭയവും സുഖവും ദുഃഖവും ഒന്നും തന്നെ അത് ആത്മാവിനെ ബാധിക്കില്ല എന്നുറച്ച് വിശ്വസിച്ച് അങ്ങയെ ഭജിക്കുന്ന ഭക്തരുടെ മനസ്സാണ് അങ്ങയ്ക്ക് സുഖമായി വസിക്കാനുള്ള മന്ദിരം. ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്ഥജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അപ്രമേയത്രയാതീത നിർമ്മലജ്ഞാനമൂർത്തയേ മനോഗിരാം വിദൂരായ ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം
ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം പ്രണമാമി തുഞ്ചത്തെഴും ആചാര്യപാദം. ധ്യായേദാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. ധ്യായേദാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. ധ്യായേദാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. ത്രേതായാം രാമരൂപായ ദ്വാപരേ കൃഷ്ണമൂർത്തയേ കലൗ പൂർണാവതാരായ രാമകൃഷ്ണായ തേ നമഃ. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപത്മേ തയോ ശ്രുത്വാ പ്രണമാമി മുഹുർമുഹോ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഇന്ന് 7-ാം ദിവസം അധ്യാത്മരാമായണം കിളിപ്പാട്ട് പാരായണ ഭാഗം വനയാത്ര. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിത്തെ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലക്കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം.
ലക്ഷ്മീ ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാൾ എങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗലദേവതാവല്ലഭൻ രാഘവനിങ്കിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളേടും വസിഷ്ഠ മഹാമുനി കോപേന ഭർഷിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ. എന്തിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരീ ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകീ ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം? എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും വസിഷ്ഠ മഹാമുനി കോപേന ഭർഷിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ. എന്തിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമൂർത്തോളം കഠോരശീലേ ഖലേ രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകീ ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം? ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചേടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചേടുകന്നേ വരൂ. യുദ്ധം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു. രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്രപ്രയാണായ സത്വരം. യുദ്ധമുക്ത്വാ രാമവക്ത്രാംബുജം പാർത്തു പുത്രഃ രാമ സൗമിത്രേ ജനകജേ. രാമ രാമ ത്രിലോകാഭിരാമാംഗ ഹാ ഹാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം തേരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ. തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാവല്ലഭനാകിയ രാമനും.
മാനസേ ഖേദം കളഞ്ഞു ജനകന വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. ബാണചാപാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണൻ അപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ. ഭൂപനും നിൽക്കെന്നു ചൊന്നാൻ. രഘുനാഥനും ഗച്ഛ ഗച്ഛേതി വേഗാൽ അരുൾ ചെയ്തു. നിശ്ചലമായിതു ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരമറഞ്ഞപ്പോൾ രാജാവു മോഹിച്ചു വീണിതു ഭൂതലേ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ഠ തിഷ്ഠ പ്രഭോ രാമദയാനിധേ. ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായെങ്കിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ. പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ. ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം പ്രലപിച്ചഥ ചൊന്നാൻ പരിചാരകന്മാരുടാകുലാൽ. എന്നെയെടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുട മാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴ്കെന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെയെടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാർ. അന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു. പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ. ഖിന്നയായി മേവുന്ന കൗസല്യതന്നൊടും ശ്രീരാമനും തമസാ നദി തന്നുട തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയമാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു. സുമന്ത്രരുമായി ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ. പൗരജനങ്ങളും ചെന്നരികെ പുക്കു. ശ്രീരാമനെയങ്ങു കൊണ്ടുപോയിക്കൂടായിൽ കാനനവാസം നമുക്കുമെന്നേവരും മാനസത്തിങ്കലുറച്ചു മരുവിനാർ. ശ്രീരാമനെയങ്ങു കൊണ്ടുപോയിക്കൂടായിൽ കാനനവാസം നമുക്കുമെന്ന് ഏവരും മാനസത്തിങ്കലുറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാൽ അയക്കയുമില്ലിവർ കാര്യത്തിനും വരും വിഘ്നം. എന്നാൽ ഇവർ ഖേദം കലർന്നു തളർന്നുറങ്ങും നിതു. ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പേ പോക നാം ഇപ്പോഴേ കൂട്ടുക തേരെന്നു. രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ചിതന്നേരം. രാഘവന്മാരും ജനകതനൂജയും തേരിലേറിയിടിനാരേതുമറിഞ്ഞീല പൗരജനങ്ങൾ. അന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടഥ തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം
കണ്ടീല രാമനെ കണ്ടീല രാമനെ കണ്ടീല രാമനയെന്നു കരഞ്ഞതികുണ്ഠിതന്മാരായി പുരിപുക്കുമേവിനാർ സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചു ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടും ഇടചേർന്നു ചിത്തശുദ്ധ്യാ വസിച്ചിടിനാരേവരും. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടംബുക്കു ജാനകി തന്നൊടും മംഗലസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാവിദൂരേ മരുവീടിനാൻ. ദാശരഥിയും വിദേഹതനുജയും ശിംശപാമൂലേ സുഖേന വാണിടിനാർ. ദാശരഥിയും വിദേഹതനുജയും ശിംശപാമൂലേ സുഖേന വാണിടിനാർ. ഗുഹസംഗമം. രാമാഗമന മഹോത്സവമെത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സൊടു ഭക്ത്യൈവ സത്വരം പക്വഫല മധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്ത്യൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട് അഞ്ജലി പൂണ്ടു ഗുഹനും അരുൾ ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട് അഞ്ജലി പൂണ്ടു ഗുഹനും അരുൾ ചെയ്തു. ധന്യനായേനടിയൻ ഇന്നു കേവലം നിർണയം നൈഷാദജന്മവും പാവനം. ധന്യനായേനടിയൻ ഇന്നു കേവലം നിർണയം നൈഷാദജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യമിതും ഒരു ദൂഷണഹീനമധീനമല്ലോ തവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം അന്തർമുദാ പാദപത്മരേണുക്കളാൽ. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം അന്തർമുദാ പാദപത്മരേണുക്കളാൽ. മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ കാലേ കനിവോടനുഗ്രഹിക്കേണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മദീയം മമ സഖേ, സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു അന്യേ വനവാസകാലം കഴിവോളം. രാജ്യം മമൈതൽ ഭവാൻമൽ സഖിയല്ലോ, പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട,
കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘൂത്തമൻ. ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായോരു ജടാമകുടത്തൊടും സോദരൻ തന്നാൽ കുശദളാദ്യങ്ങളാൽ സാദരമാസ്തൃതമായ തൽപസ്ഥലെ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറിപ്പുകൊണ്ടിടിനാൻ. പ്രാസാദമൂർധ്നി പര്യങ്കേ യഥാ പുരാവാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ട് അതിദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ, പർണതൽപേ ഭുവി ദാരുമൂലേ കിടന്നർണോജനേത്രൻ ഉറങ്ങുമാറായിതു. സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നം ഇന്നിഹ പല്ലവ പല്യങ്കസേമ്നിവനാന്തരേ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ധരാചിത്തമാസ്തായ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിദ്ധമാഹന്ത സൗമിത്രിയും സത്വരം ഉത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണുമദ്വചനം രാമഭദ്രനാമം ജപിച്ചേടുക സന്തതം. ഭദ്രമതേ ശൃണുമദ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതു സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധി വൃഥാ തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധി വൃഥാ തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും. തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ, ഞാനിതിനിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജകർമ്മസൂത്രബദ്ധം സഖേ, ഭോഗങ്ങളും നിജകർമാനുസാരികൾ. മിത്രാരുദാസീന ബാന്ധവദ്വേഷ മധ്യസ്ഥ സുഹൃജ്ജന ഭേദബുദ്ധിഭ്രമം. ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യത്തെ തത്ര യഥാ തഥാ. ദുഃഖം സുഖം നിജകർമ്മവശാഗതം ഒക്കയെന്നുൾക്കാമ്പുകൊണ്ടു നിനച്ചതിൽ യദ്യദ്യദാഗതം തത്ര കാലാന്തരേ തത്തൽ ഭുജിച്ചതിസ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട.
വ്യർത്ഥമൂർത്തോളം വിഷാദ പ്രഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭകർമ്മഫലോദയേ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിൽ അത്രയുമല്ലടോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും രണ്ടും അന്യോന്യ സംയുക്തമായി ഏവനുമുണ്ടു ജലപങ്കമെന്ന പോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ മരുവുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ യുദ്ധം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം മിത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ സ്വാമിന്യം ദ്രോണികാസമാരുഹ്യതാം സൗമിത്രിണാ ജനകാത്മജയാസമം സ്വാമിന്യം ദ്രോണികാസമാരുഹ്യതാം സൗമിത്രിണാ ജനകാത്മജയാസമം തോണി തുഴയുന്നതും അടിയൻ തന്നെ മാനവവീരമമ പ്രാണവല്ലഭ ശൃംഗിവേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും മംഗലാവാങ്കിയാം ജാനകീദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ ഗംഗേ ഭഗവതീ ദേവി നമോസ്തുതേ സംഘേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതീ നമസ്തേ നമോ മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ ഗംഗേ ഭഗവതീ ദേവി നമോസ്തുതേ സംഘേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരീ ഹൈമവതീ നമസ്തേ നമോ മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാൽ ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തു കൂടാതെ ദക്ഷാരിവല്ലഭേ ഗംഗേ നമോസ്തുതേ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തു കൂടാതെ ദക്ഷാരിവല്ലഭേ ഗംഗേ നമോസ്തുതേ ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളുവതിനടിയന്നുമൊരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിൽ ഏണാംഗബിംബാനന ജഗതീപതേ നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ
രാഘവൻ ഏവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരം ഓരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകന്നയച്ചു രഘൂത്തമൻ. ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു മന്ദമന്ദം തോണിമേലേ ഗുഹൻ വീണ്ടു മന്ദിരം ബുക്കു ചിന്തിച്ചു മരുവിനാൻ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം. ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. വാൽമീകി ആശ്രമപ്രവേശം. ഉദ്ധാനവും ചെയ്തുഷസി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദീ നദിയെയും ഉത്തീര്യ താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ. തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുലസങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം ഉത്തമവൃക്ഷലതാ പരിശോഭിതം നിത്യകുസുമഫലദല സംയുതം. തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചേടിനാൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരമിന്ദീവരേക്ഷണമിന്ദ്രാദിവൃന്ദാരകൈരഭിവന്ദിതം. ബാണതൂണീരധനുർധരം വിഷ്ടപത്രാണനിപുണം ജടാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോപേതം രഘൂത്തമം. മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നിടിനാൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരമിന്ദീവരേക്ഷണമിന്ദ്രാദിവൃന്ദാരകൈരഭിവന്ദിതം. ബാണതൂണീരധനുർധരം വിഷ്ടപത്രാണനിപുണം ജടാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോപേതം രഘൂത്തമം. മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നിടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗൽപൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം. ഭക്തിപൂണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടധ മുക്തിപ്രദനായ നാഥനുസാദരം പക്വമധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുദാ ഭുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു. താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും
ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ, വേദാന്തിനാം ഭവതാം അറിയാമല്ലോ. യാതൊരേടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം. ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരികയുണ്ടാശ മഹാമുനെ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവണ്ണമരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാലെന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരമാഖ്യ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസമന്ദിരം. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസമന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമയായി വിളങ്ങിയിടുന്ന മന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മന പങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേ ദത്തമായോരു മനസ്സൊടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല. സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യമനസ്തവവാസായ മന്ദിരം. സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യമനസ്തവവാസായ മന്ദിരം. ഷഡ്ഭാവഭേദവികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ. ക്ഷുത്രഭയ സുഖ ദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കൽ ആത്മാവിനില്ലേതും. ക്ഷുത്രഭയ സുഖ ദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കൽ ആത്മാവിനില്ലേതും. യുദ്ധമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ചിൽഖനം വേദസ്വരൂപമനന്തമേകം സതാം. വേദാന്തവേദ്യമാദ്യം ജഗൽക്കാരണം
നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്തം സമസ്താധാരം സർവഗതം പരാത്മാനമലേപകം വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാമാത്മനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസംശയം വസിച്ചേടുക ശ്രീപതേ സന്തതാഭ്യാസദൃഢീകൃതചേതസാ സന്തതം ത്വത്പാദസേവാരതാത്മനാം സന്തതം ത്വന്നാമമന്ത്രജപശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാവാരിധേ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലല്ലോ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലല്ലോ ചിന്മയനായ നിന്നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം ജന്മമാത്ര ദ്വിജത്വം ഉന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്ര സമാചാര തത്പരനായൊരു ശൂദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകഥാ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജനെ ഘോരമഹാവനെ ദൃഷ്ട്വാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം ദുഷ്ടമതേ പരമാർത്ഥം പറകെന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേൻ നൃപാത്മജ പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്രപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനിവരന്മാർ അതു കേട്ടുടൻ എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു ചെന്നു നീ ചോദിച്ചു വരുവോളം എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ ഞങ്ങൾ നിസംശയം എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ ഞങ്ങൾ നിസംശയം യുദ്ധമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്നു മൽപുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽഫലം ഒട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണം എന്നു ഞാൻ ചൊന്നതിനുത്തരമായി അവരെന്നോടു ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ
താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മനസ്സേ ചിന്തിച്ചോരോ തരം. താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതപോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതന്നന്തഃകരണവും ത്യക്വാ ധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടും എന്നെ കരുണാത്മനാ രക്ഷിച്ചുകൊള്ളേണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാ. ഭരദ്വാജാശ്രമ പ്രവേശം. വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്വാ സുഖേന വസിച്ചിതു. പാതപമൂലേ ദലാഢ്യതൽപസ്ഥലെ മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താദരാൽ. ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥനന്ദനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കും നീ തുടജാന്തികേ എന്ന വാർത്ത വൈകാതെയുണർത്തിക്ക എന്നപ്പോൾ താപസശ്രേഷ്ഠനോട ബ്രഹ്മചാരി ചെന്നാഭോഗ സന്തോഷമോടു ചൊല്ലിടിനാൻ. ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിതവത്സല പാർത്തിരും നീടുന്നു. ശ്രുത്വാ ഭരദ്വാജനിദ്ധം സമുദ്ധായ ഹസ്തേ സമാദായ സാർഘ്യപാദ്യാദിയും ഗത്വാ രഘൂത്തമസന്നിധൗ സത്വരം ഭക്ത്യൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം. ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ. ഭാര്യാനുജാന്വിതം ആശീർവചനപൂർവം മുനിപുങ്കവനാശയാനന്ദമിയെന്നരുളി ചെയ്തു. പാദരജസാ പവിത്രയാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിമാം. പാദരജസാ പവിത്രയാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിമാം. യുദ്ധമുക്വാടജമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം. പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജതബോധന ശ്രേഷ്ഠൻ അരുൾ ചെയ്തു. നിന്നോടു സംഗമമുണ്ടാക കാരണമിന്നു വന്നു തപസ്സാഫല്യമൊക്കവേ. ജ്ഞാതം മയാ തവോദന്തം രഘുപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ. ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായിതു മായയാ ഭൂതലേ. ബ്രഹ്മണാ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായിതു യാതൊന്നിനെന്നതും. കാനനവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനേൻ ഇന്നതിനെന്നടോ. ജ്ഞാനദൃഷ്ട്യാത്തവധ്യാനൈകജാതയ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ.
എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം. ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായിതുമായയാ ഭൂതലേ. ബ്രഹ്മണാ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായിതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനേൻ ഇന്നതിനെന്നടോ. ജ്ഞാനദൃഷ്ട്യാ തവ ധ്യാനൈകജാതയ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ. എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം. ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കേണമേ. ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കേണമേ. യുദ്ധമന്യോന്യമാഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം. വൈദേഹിഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം. ബാലിനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം. ഹത്വാ രാവണകുംഭകർണഹനനം ഹേതദ്ധി രാമായണം. സമ്പൂർണരാമായണം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതത്ക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. കായേന വാചാ മനസ്സേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീരാമകൃഷ്ണായേതി സമർപ്പയാമി. സർവം ശ്രീരാമചന്ദ്രായേതി സമർപ്പയാമി. സർവം ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്.